വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എസ്ര ഇസ്രായേൽ ജനത്തോട് തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ കർത്താവ് എപ്രകാരമെല്ലാം പരിപാലിച്ചുവെന്നും അവർ തുടർച്ചയായി ദൈവകൽപ്പനകൾ ലംഘിച്ചതിൻ്റെ ഫലമായി ദൈവകോപം അവരിൽ ഉണ്ടായതിനെക്കുറിച്ചും പഠിപ്പിച്ചു. ഫറവോയുടെ ധിക്കാരവും അവർക്കെതിരായി അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചതും അവരുടെ മുമ്പിൽ അവിടുന്ന് കടലിനെ വിഭജിച്ചതും അവരെ അനുധാവനം ചെയ്തവരെ കടലിൽ ആഴ്ത്തിയതും പകൽ മേഘസ്തംഭത്താലും രാത്രി അഗ്നിസ്തംഭത്താലും അവർക്ക് വഴി കാട്ടിയതും സ്വർഗസ്ഥനായ അവിടുന്ന് സീനായി മലയിൽ നിന്ന് ഇറങ്ങിവന്ന് അവരോട് സംസാരിക്കുകയും ഉചിതമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും അവിടുത്തെ ദാസനായ മോശ വഴി വിശുദ്ധ ശാപത്തും പ്രമാണങ്ങളും അവർക്ക് നൽകിയതെല്ലാം ജനങ്ങളോട് വിശദീകരിച്ചു. 40 വർഷം അവിടുന്ന് അവരെ മരുഭൂമിയിൽ സംരക്ഷിച്ചിട്ടും ജനം കർത്താവിനെതിരെ തിന്മ പ്രവർത്തിച്ച് അന്യദൈവങ്ങളിലേക്ക് തിരിഞ്ഞതിനാൽ അവിടുന്ന് അവരെ ശത്രുകരങ്ങളിൽ ഏൽപ്പിച്ചു. ശത്രുക്കളുടെ പീഡനമേറ്റ് അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു. സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. കാരുണ്യാതിരേകത്താൽ അവിടുന്ന് രക്ഷകന്മാരെ അയച്ച് അവരെ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിച്ചു. എന്നാൽ സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തു. അവിടുന്ന് അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ശത്രുക്കൾ അവരുടെ മേൽ ആധിപത്യം പുലർത്തി. അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ കാരുണ്യാതിരേകത്താൽ അവിടുന്ന് പലതവണ അവരെ രക്ഷിച്ചു. അവസാനം അവരെല്ലാം ചേർന്ന് ഒരു ഉടമ്പടി എഴുതിയുണ്ടാക്കുകയും നേതാക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ജനനേതാക്കൾ ജെറുസലേമിൽ താമസിച്ചു. ശേഷിച്ചവർ വിശുദ്ധ നഗരമായ ജെറുസലേമിൽ 10 വീതവും ഇതര പട്ടണങ്ങളിൽ 9 വീതവും താമസിക്കാൻ നറുക്കിട്ട് തീരുമാനിച്ചു. ജെറുസലേമിൽ വസിച്ച പ്രമുഖന്മാർ യൂദയായുടെയും ബെഞ്ചമിൻ്റെയും ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. ജെറുസലേം മതിലിൻ്റെ പ്രതിഷ്ഠാകർമ്മം, കൈത്താളം, വീണ, കിന്നരം എന്നിവയോടുകൂടി സ്തോത്രഗാനങ്ങൾ ആലപിച്ച് ആഘോഷിക്കാൻ എല്ലായിടത്തുനിന്നും ലേവ്യരെ വരുത്തി. നെഹമ്യയുടെ പുസ്തകം ഇവിടെ അവസാനിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി ദീക്ഷതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.